മുതിർന്ന കോൺഗ്രസ് നേതാവും DCC അംഗവുമായിരുന്ന കെ തങ്ങൾ കുഞ്ഞിനെ കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കായംകുളം കോൺഗ്രസ് ഓഫീസ് അങ്കണത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പങ്കെടുത്തു. കായംകുളത്തെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും DCC അംഗവുമായിരുന്ന കെ തങ്ങൾ കുഞ്ഞിനെ കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കായംകുളം കോൺഗ്രസ് ഓഫീസ് അങ്കണത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വള്ളിയിൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ, അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, അഡ്വക്കേറ്റ് E സമീർ, കറ്റാനം ഷാജി, N രവി, ത്രിവിക്രമൻ തമ്പി, വേലഞ്ചിറ സുകുമാരൻ, അഡ്വക്കേറ്റ് U മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ശ്രീ തങ്ങൾ കുഞ്ഞ് എന്നോടൊപ്പം ജില്ലാ KSU കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള ആളാണ്. അത് വർഷങ്ങൾക്ക് ശേഷമാണ്, 1982. അപ്പോൾ 1975 മുതലുള്ള ശ്രീ തങ്ങൾ കുഞ്ഞിൻ്റെ പ്രവർത്തന ബന്ധാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അതിശക്തിമത്തായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എത്രയോ വാഹനജാഥകൾ KSU അന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ കായംകുളത്തൂടെ കടന്നു പോകുന്നതും അല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്നതും, നിരവധി സ്കൂൾ യൂണിറ്റുകളുടെ സമ്മേളനങ്ങൾ വെള്ളിയാഴ്ച ആ ഇൻ്റർവെൽ പീരീഡിന് നടക്കുന്നത് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. അവിടെയെല്ലാം കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എന്താണോ അപ്പോഴൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളെയാണ് എൻ്റെ മനസ്സിൽ ശ്രീ തങ്ങൾ കുഞ്ഞിൻ്റെ ഓർമ്മ അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. KSU 2 തീർന്നു. തങ്ങൾ കുഞ്ഞ് ഉൾപ്പെടെ, ശ്രീ രവി ഉൾപ്പെടെ, ശ്രീ ജോൺസൺ അബ്രഹാം ഉൾപ്പെടെ ഒരു ഭാഗത്ത്, ഞങ്ങളെല്ലാം വേറൊരു ചേരിയും. അങ്ങനെ വന്ന് 82 ഇതെല്ലാം കൂടെ വീണ്ടും സംയുക്തമായ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ്. അവിടെയും തങ്ങൾ കുഞ്ഞ് ഞങ്ങളോടൊപ്പം സഹഭാരവാഹിയാണ്. അവിടെ KSU ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന തങ്ങൾ കുഞ്ഞിൻ്റെ പ്രവർത്തനം, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവിനെ നമുക്കവിടെ കാണാൻ തങ്ങൾ കുഞ്ഞിൽ കഴിയും. കായംകുളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ തങ്ങൾ കുഞ്ഞ്. തങ്ങൾ കുഞ്ഞിൻ്റെതായ ഒരു രസതന്ത്രം ഉണ്ടായിരുന്നു. തങ്ങൾ കുഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് മാത്രമായിരുന്നു. ഈ കായംകുളത്തിൻ്റെ സാമൂഹ്യ പൊതുമണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു, ഒരു പ്രതിഭാസമായി. കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള മിക്കവാറും എല്ലാ നേതാക്കന്മാരുമായും വളരെ നല്ല വ്യക്തിബന്ധവും സൗഹൃദവും തങ്ങൾ കുഞ്ഞ് പുലർത്തിയിരുന്നു. കായംകുളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെപ്പറ്റി ഒരു ഫീഡ്ബാക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ തങ്ങൾ കുഞ്ഞിൻ്റെ ആ സൗഹൃദം അവർക്ക് ഉപകരിച്ചിട്ടുണ്ട്. ശ്രീ AK ആന്റണി, ശ്രീ വയലാർ രവി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ KC വേണുഗോപാൽ, ശ്രീ VM സുധീരൻ തുടങ്ങി മിക്കവാറും എല്ലാ നേതാക്കന്മാരുമായി വളരെ നല്ല വ്യക്തിബന്ധവും സൗഹൃദവും തങ്ങൾ കുഞ്ഞ് പുലർത്തിയിരുന്നു. KSUവിന്റെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് KSUവിന്റെ ക്യാമ്പുകൾ കണ്ണൂരിലും തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ശ്രീ തങ്ങൾ കുഞ്ഞുമൊത്താണ് ഞാനും ശ്രീ N രവിയും ഹരിലാലും, പിന്നെ കരുനാഗപ്പള്ളിയിൽ ഒരു ഇബ്രാഹിം കുട്ടിയുണ്ട്, ഹൗസിംഗ് ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ യാത്രകൾ, ബസ്സിലും ട്രെയിനിലുമൊക്കെയായി. അപ്പൊ തങ്ങൾ കുഞ്ഞ് വളരെ രസികനായിരുന്നു. ഈ യാത്രകളൊന്നും ഞങ്ങളെ മുഷിപ്പിക്കാറില്ലായിരുന്നു. തങ്ങൾ കുഞ്ഞിന്റെ ചെറിയ കഥകൾ, തങ്ങൾ കുഞ്ഞ് കഥകൾ എന്ന് തന്നെ അതിനെ പേരിടുവായിരുന്നു. ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കയ്യെഴുത്ത് വാർത്താ പത്രിക തങ്ങൾ കുഞ്ഞ് ആ ക്യാമ്പിൽ തന്നെ എല്ലാവരുടെയും വായനയ്ക്ക് വേണ്ടി സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പൊ തങ്ങൾ അങ്ങനെ ഒരു രസിക കഥാപാത്രമായി. എല്ലാ കാര്യങ്ങളിലും തങ്ങളിൻ്റെ ഒരു സജീവമായ സാന്നിധ്യം, ചുക്കുചേരാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ കായംകുളത്തിന്റെ പൊതുരംഗത്ത് തങ്ങളിൻ്റെതായ ഒരു സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ഒരു പരോപകാരിയായി. CD ന്യൂസ് കായംകുളം.